സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു. തലസ്ഥാനത്ത് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക നൽകും. നേമത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയും ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇന്ന് പത്രിക നൽകും. കഴക്കൂട്ടം മണ്ഡലത്തിൽ കടകംപള്ളി സുരേന്ദ്രനും വി മുരളീധരനുമാണ് പത്രിക സമർപ്പിക്കുന്ന പ്രമുഖർ. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥികളായ കെ മുരളീധരനും ആർ ശ്രീലേഖയും ഇന്ന് പത്രിക സമർപ്പിക്കും. വർക്കലയിൽ വി ജോയി, ചിറയൻകീഴിൽ രമ്യ ഹരിദാസ്, മനോജ് ബി ഇടമന, കാട്ടാക്കടയിലെ ബിജെപി സ്ഥാനാർത്ഥി പി കെ കൃഷ്ണദാസ്, വാമനപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡി കെ മുരളി തുടങ്ങിയവരും ഇന്ന് പത്രിക സമർപ്പിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കിയാൽ തനിക്ക് അനുകൂലമാകുമെന്ന് ഏറ്റുമാനൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എൻ വാസവൻ. ഞാൻ വന്നതിനു ശേഷമാണ് കള്ളന്മാരെ പിടിച്ചകത്തിട്ടത്. അതിനുശേഷം പൊന്നയ്യപ്പന് തിരികെ നൽകി. 2 വർഷം ശബരിമല തീർത്ഥാടനം ഭംഗിയായി നടത്തിയതും തന്റെ നേട്ടമാണ്. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന് ആദ്യം ആവശ്യപ്പെട്ടത് താനാണ്. പത്മകുമാർ ഉൾപ്പെടെ എല്ലാത്തിനെയും പിടിച്ചകത്തിടുകയാണ് സർക്കാർ ചെയ്തത്. പത്മകുമാറും വാസവും ഒഴികെയുള്ളവർ എല്ലാം കോൺഗ്രസ് നേതാക്കന്മാരാണെന്നും വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഏറ്റുമാനൂരിൽ 2ാം ഊഴത്തിന് മന്ത്രി കൂടിയായി വി എൻ വാസവൻ ഇറങ്ങുകയാണ്. ഇത്തവണത്തെ ഒരു കോൺഫിഡൻസ് എന്താണ് വാസവൻ? 100% ആത്മവിശ്വാസവും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് ഈ പ്രാവശ്യം. ഒന്ന്, പൊതുവിലുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അന്ന് അനുകൂലമായ ഘടകം. 2, ഈ നിയോജകമണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തൊക്കെയാണോ ജനങ്ങളോട് പറഞ്ഞിരുന്നത്, ആ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവൻ അക്കമിട്ട് നടപ്പാക്കാൻ കഴിഞ്ഞതിൻ്റെ സംതൃപ്തിയും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ അവസ്ഥയാണ് പൊതുവിൽ ഇതിനെ സംബന്ധിച്ചോളം ഉള്ളത്. അത് ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ നടക്കാത്ത രൂപത്തിലൊരു പ്രോഗ്രസ് റിപ്പോർട്ട് വരെ ഞാൻ അവതരിപ്പിച്ചു. അത് സാധാരണ ഇതിൽ ആരും തൻ്റെ ഇടം കാണിക്കാത്തതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അത് വെറുതെ അവതരിപ്പിച്ചല്ല, ആദ്യം എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ച് ജനങ്ങളോട് അഭിപ്രായം ചോദിച്ചു, അവരുടെ നിർദ്ദേശം സ്വീകരിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ അത് പൊതുവിൽ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. 2 വർഷം കഴിയുമ്പോൾ റിവ്യൂ ചെയ്തു. അടുത്ത 2.5 വർഷം കഴിയുമ്പോൾ വീണ്ടും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഒപ്പം റിവ്യൂ റിപ്പോർട്ട് അവതരിപ്പിച്ചും പിന്നീട് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 4200 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്കുള്ള 2 സ്ഥാപനങ്ങൾ, ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജും 2 മഹാത്മാഗാന്ധി സർവകലാശാലയും. ഇത് രണ്ടിനും കേരളത്തിൽ വലിയ രൂപത്തിൽ മുൻപോട്ട് വരാൻ കഴിയുന്ന പശ്ചാത്തല സൗകര്യം ഒരുക്കും. മെഡിക്കൽ കോളേജിൽ തന്നെ 1250 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ. ഇതുകൂടാതെ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കുറച്ചു മുമ്പ് സംസാരിച്ച നാട്ടം സുരേഷ് പറഞ്ഞ. അടിസ്ഥാന സൗകര്യമൊന്നും ചെയ്തിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് അവർ പറയുമല്ലോ. ഞാൻ പറയും, കേരളത്തിൽ നുണപ്രചരണങ്ങൾ നടത്തുന്ന ഒരു കൂട്ടർ പ്രതിപക്ഷമല്ലേ. എന്തെല്ലാം കാര്യങ്ങളാണ് കേരള സംസ്ഥാനത്ത് 1,06,000 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്റ്റ് തന്നെ നടപ്പാക്കി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കേരളത്തിലൊന്നും നടപ്പാക്കിയിട്ടില്ലെന്ന്. ഞാൻ ഈ മണ്ഡലത്തിൽ വന്നാൽ ഈ അന്ധന്മാർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. അന്ധന്മാർ പോലും പറയില്ല. കാരണം വെച്ചാൽ അവർക്ക് കാര്യങ്ങൾ നടക്കുമ്പോൾ അറിയാം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും അറിയും. അതുകൊണ്ട് രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് മാത്രമേ ഈ തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്താൻ കഴിയുള്ളൂ. ഡെവലപ്മെന്റ് ഒരു കോൺഫിഡൻസ് ആണ് അല്ലേ? അതല്ലേ ഏറ്റവും പ്രധാനം. ഒരു നിയമസഭാ സാമാജികനെ സംബന്ധിച്ചോളം ആ നിയോജക മണ്ഡലത്തിൽ തൻ്റെ വോട്ടർമാരെ അവർ നമ്മളിൽ അർപ്പിച്ച സ്നേഹവും വിശ്വാസവും എത്ര കണ്ട് കാത്തു സൂക്ഷിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ വോട്ടർമാരെ സമീപിച്ചിട്ട് ചോദിക്കുക, ഈ തരത്തിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ഞാൻ ഈ പറയുന്നത് ശരിയാണോ, ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നോ, നിങ്ങൾ ഈ റോഡിൽ കൂടെ നടന്ന് ഈ മണ്ഡലം ഒട്ടാകെ നോക്കുക. PW റോഡ് BMBC അല്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ പറ. വന്നപ്പോൾ നിങ്ങൾ ഗാന്ധി റോഡ് കണ്ടില്ലേ, മെഡിക്കൽ കോളേജിലേക്കുള്ള രാജപാത കിടക്കുന്നത്. അതുപോലെയാണ് എല്ലാ പാലങ്ങളും നമ്മുടെ കാരിത്താസ് മേൽപ്പാലം ഉൾപ്പെടെ നടക്കാതെ കിടന്ന കാര്യങ്ങളാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അതുകൂടാതെ നമുക്ക് വലിയ രൂപത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള വികസനങ്ങൾ അന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്. അതിരമ്പുഴ ജംഗ്ഷനിലൊന്ന് പോയാൽ മതി. അതിരമ്പുഴ ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ 6 മീറ്ററായിരുന്നു അവിടെ വീതി, ഇപ്പോൾ 18 മീറ്ററാണ്. 85 പേരുടെ ഭൂമി എടുത്ത് അത് കൃത്യമായി ഇവർ മുഴുവൻ പേരുടെയും പണം കൊടുത്ത് മനോഹരമാക്കി ആ ജംഗ്ഷൻ മാറ്റിയിരിക്കുന്നു. പണ്ടതിലെ സഞ്ചരിച്ചവരും ഇപ്പോഴും സഞ്ചരിച്ചവരും അതിരമ്പുഴ
പഴയ അതിരമ്പുഴ എന്തിയെന്ന് ചോദിക്കും. ആ രൂപത്തിലാണ് അവിടെ മാറ്റമുണ്ട്. എല്ലാ റോഡുകളും ആ രൂപത്തിലാണ്, ഹരിദാസ് മേൽപ്പാൽ ഉൾപ്പെടെ. ഈ കോൺഗ്രസ് ഏറ്റെടുത്തു, നാട്ടകം സുരേഷിനെ തന്നെ കളത്തിലിറങ്ങുന്നു, അതാണ് UDF ഒരു കോൺഫിഡൻസ് ആയി പറയുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? എങ്ങനെയാണ് അതിനെ നാട്ടകം സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? എനിക്കത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഏത് സുരേഷ് വന്നാലും ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരിക്കും ജയിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് X or Y ആര് വന്നോട്ടെന്ന് ഞാൻ നേരത്തെ തന്നെ വന്നു. ആളേക്കിന് കുറെ സങ്കടമൊക്കെ ഉണ്ട്, അത് LDF ഗുണമുണ്ടോ? അത് ഞാൻ അത്തരത്തിലുള്ള നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒന്ന്, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നിടത്ത് എതിര് സ്ഥാനാർത്ഥിയെ കുറ്റം പറഞ്ഞോ അവരെ ഏതെങ്കിലും മോശക്കാരാണെന്ന് ചിത്രീകരിച്ചോ വോട്ട് പിടിക്കുന്ന ഒരാളല്ല. അവരുടെ കുറ്റം പറഞ്ഞ് വോട്ട് പിടിക്കുന്നതിനേക്കാൾ നല്ല സ്വന്തം മേന്മ പറഞ്ഞ് വോട്ട് പിടിക്കുന്നു. ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അതാണ് മേന്മ. നാട്ടുകാരോടൊപ്പം നിന്ന് നന്മ ചെയ്തിട്ടുണ്ട്, ആ നന്മ പറഞ്ഞ് വോട്ട് പിടിക്കാൻ കഴിയുന്ന സാഹചര്യം എൻ്റെ മുമ്പിലുള്ളവർ മറ്റുള്ളവരെ കുറ്റം പറയാനും അവരുടെ പല രൂപത്തിലുള്ള ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്യാനും നമ്മൾ പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ എനിക്ക് ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്ന രൂപത്തിലേക്കാണ് ജനങ്ങൾ വരുന്നത്. ജനങ്ങളിൽ നിന്ന് പഠിച്ചും ജനങ്ങളെ പഠിപ്പിച്ചുമാണ് ജനപ്രതിനിധി മുന്നോട്ട് പോകേണ്ടത്. ആ പ്രിൻസിപ്പൽ ഇവിടെ നടപ്പായിട്ടുണ്ട്. ഈ നാട്ടകം സംസാരിക്കുമ്പോൾ പറയുന്നത് അവർ പ്രചരണത്തിൽ ഉപയോഗിക്കുന്നതും ശബരിമല വിഷയങ്ങൾ, അത് ഈ തെരഞ്ഞെടുപ്പിലും വരും. ശബരിമല വിഷയത്തിൽ എപ്പോഴും എനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ ഞാൻ വന്നതിന് ശേഷമാണുള്ള ഈ കള്ളന്മാരെ പിടിച്ചകത്തിട്ടത്, ഇത് തെളിയിക്കാൻ കഴിഞ്ഞതും. ഇതിനു മുമ്പ് ജനങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു റിയാക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. അവർ കൃത്യമായിട്ടത് പറയുന്നുണ്ട്. കാരണം നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, നമ്മൾ നല്ല അന്വേഷണം നടത്തി, കള്ളന്മാരെല്ലാം പിടിച്ച് ജയിലിട്ടു, പൊന്ന് അയ്യപ്പന് കൊടുത്തു. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ മാത്രമാണ് അത് പിടിക്കാൻ കഴിഞ്ഞത്. പിന്നെ 2 വർഷത്തെ ശബരിമല തീർത്ഥാടനം ഏറ്റവും ഭംഗിയായി തീർത്ഥാടന ദർശനം നടന്ന ഈ കാലഘട്ടത്താണ്. മലപ്പുറം ജില്ലയിലെ താനൂർ, വള്ളിക്കുന്ന് മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികൾ ആരെല്ലാമെന്ന് ഇന്നറിയാം. താനൂരിൽ പ്രഖ്യാപിച്ച V. അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതോടെയാണ് പ്രതിസന്ധിയുണ്ടായത്. താനൂരിൽ പൊതു സ്വതന്ത്രന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് CPM. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഇപ്പോൾ പൊതു സ്വതന്ത്രനെ ഇരു മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ആർക്കൊക്കെയാണ് ഇവിടെ സാധ്യത കൂടുതൽ? ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ പത്രികാ സമർപ്പണത്തിന് കേവലം 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേ തീരൂ. മാത്രമല്ല UDF ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആദ്യ ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും താനൂരിലാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടത്. നേരത്തെ V. അബ്ദുറഹ്മാനെ താനൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം തിരൂരിലേക്ക് മാറണമെന്ന തീരുമാനം എടുക്കുകയും പാർട്ടി അതിനോട് യോജിക്കുകയും തുടർന്ന് അദ്ദേഹം തിരൂരിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോഴാണ് താനൂരിലേക്ക് ഇനിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ട സാഹചര്യം സംജാതമായത്. താനൂരിൽ നേരത്തെ അവിടെ LDF പിന്തുടരുന്ന അതേ ശൈലി വെച്ച് UDFിലെ പല നേതാക്കളെയും സ്ഥാനാർത്ഥികളാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഒരു പൊതു സ്വതന്ത്രനോ അതല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ആകും ഇവിടേക്ക് മത്സരിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ കഴിയുന്നത്. 11 മണിയോടെ അതിലൊരു അന്തിമ ധാരണയുണ്ടാകും. UDFിൻ്റെ വോട്ടുകൾ ഭിന്നിപ്പിച്ചാണ് അവിടെ LDF വിജയം നേടുന്നത്. അപ്പോൾ V. അബ്ദുറഹ്മാൻ പിന്തുടർന്ന അതേ ശൈലിയിൽ അവിടെ വിജയം നേടാൻ കഴിയുന്ന ഒരാളെ തന്നെയാകും കൊണ്ടുവരിക എന്നാണ് LDF വ്യക്തമാക്കുന്നത്. വള്ളിക്കുന്നിൽ സാഹചര്യം വ്യത്യസ്തമാണ്. വള്ളിക്കുന്നിൽ നേരത്തെ INLന്റെ സീറ്റായിരുന്നു. INL അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ CPM അവിടെ ഒരു പൊതു സ്വതന്ത്രനെ വേണമെന്ന് നിലപാടെടുക്കുകയും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. UDFിലെ അതൃപ്തരെ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ നടന്നെങ്കിലും അതും പൂർണ്ണമായും ഫലം കണ്ടിട്ടില്ല. അവിടെയും സ്ഥാനാർത്ഥി ഒരു പൊതു സ്വതന്ത്രനായിരിക്കും, പക്ഷേ അത് UDFിൽ നിന്ന് വന്ന ആളാകില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് കൂടി സംഭവിക്കുന്നത് മങ്കടയിലാണ്. മങ്കടയിൽ നേരത്തെ MP അലവി എന്ന ഇടതുപക്ഷ നേതാവിനെ അവിടെ CPM സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മരവിപ്പിച്ച് അവിടെ ലീഗ് വിമതനായിട്ട് മത്സരിക്കുന്ന കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കാനാണ് LDFിൻ്റെ തീരുമാനം. കുന്നത്ത് മുഹമ്മദിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ LDF നിലവിലെ മങ്കടയിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കുന്നത്ത് മുഹമ്മദിനെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ അതുകൂടെ തന്നെ നേരത്തെ തന്നെ മഞ്ഞലാംകുഴി അലിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കുന്നത്ത് മുഹമ്മദ് നിലപാടെടുക്കുകയും അദ്ദേഹത്തെ മണ്ഡലം നിയോജക മണ്ഡല പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മുസ്ലിം ലീഗ് നീക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം തുടർന്ന് ഈ ഒരു ലീഗ് സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം പത്രിക നൽകുക. പക്ഷേ LDF അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതോടെ മങ്കടയിലും ഒരു അപ്രതീക്ഷിത സാഹചര്യമാണ് വരാൻ പോകുന്നത്. എന്താണെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDF-ന്റെ കഴിഞ്ഞ് 2 ദിവസമായിട്ടും LDF-ന്റെ ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തത് വലിയ തോതിൽ തന്നെ പ്രചരണത്തെ ഈ മണ്ഡലങ്ങളിലൊക്കെ ബാധിച്ചിട്ടുണ്ട്. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ വരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാനാകുന്നത്. അനുശ്രീ. ശരി, CV അനുമോദാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി സുധീർ കരമനയെ ഇടതുമുന്നണി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തലസ്ഥാനം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുകയാണ്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, LDF-ന്റെ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കുന്നതോടുകൂടി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ചിത്രം അത് തെളിയുകയാണ്. LDF-ന് എത്രത്തോളം സാധ്യതയുണ്ട് സുധീർ കരമനയെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ എന്നതുകൂടി അവിടെ പ്രസക്തമാവുകയാണല്ലേ? ശരി, തിരുവനന്തപുരത്ത് ഇന്ന് സുധീർ കരമനയെ ഇടതുമുന്നണി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകാം. പുനലൂർ സീറ്റിനെ ചൊല്ലി ശരി, CPM-മായി ദീർഘനാളത്തെ ബന്ധമാണുള്ളതെന്ന് നടൻ സുധീർ കരമന ന്യൂസ് 18നോട് പറഞ്ഞു. വിദ്യാർത്ഥി കാലം മുതൽ ഇടതുപക്ഷ മനസ്സാണോ തനിക്കെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രലിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം വൈകിയത് വലിയ ചർച്ചയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇടതുമുന്നണി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും സുപ്രസിദ്ധ സിനിമാ താരം സുധീർ കരമന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം ദീർഘനാളായി ഇടതു രാഷ്ട്രീയവുമായി ചേർന്നു പോകുന്ന ആൾ തന്നെയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠനകാലം മുതൽ ഇടതു രാഷ്ട്രീയവുമായി ചേർന്നു പോയയാളാണ്. അങ്ങ് സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നു. അങ്ങേക്ക് ഔദ്യോഗികമായി പറയാൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഔദ്യോഗികമായിട്ട് പറയാറായിട്ടില്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ കൺവീനർ, LDF-ന്റെ കൺവീനറോ LDF-ൽ നിന്നുമുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ പ്രഖ്യാപനം വരുന്നത് വരെ ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഇടത് വേദികളിലെ സ്ഥിര സാന്നിധ്യമുണ്ട് കുറേ വർഷങ്ങളായിട്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലാണെങ്കിലും അല്ലാതെ സാംസ്കാരിക പരിപാടികളിലും ഒക്കെ അങ്ങ് സ്ഥിര സാന്നിധ്യമാണ്. ഇടതുപക്ഷമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് എത്ര നാളായിട്ടുണ്ട്? ഇടതുപക്ഷം ഞാൻ വളരെ കൊച്ചിലേ മുതലുള്ള ബന്ധമാണ്. ഇന്നലെ അല്ല, വളരെ കൊച്ചിലേ മുതലുള്ള ബന്ധമാണ്. ഇടതുപക്ഷമായിട്ടുള്ള ബന്ധമുണ്ട്. സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പഠനകാലത്ത് SFI ഒക്കെ ഉണ്ടായിരുന്നു. അതെ 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 പഠനകാലത്ത് SFIയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാമൂഹികപരമായും സാംസ്കാരികപരമായും പ്രവർത്തിക്കുന്ന വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മത്സരിക്കാൻ അങ്ങനെ ഒന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും സന്നദ്ധ അറിയില്ല. നോ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അതുപോലെ തന്നെ ഇടതുപക്ഷവുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ കൺവീനർ ബാക്കിയുള്ള കാര്യങ്ങൾ പറയട്ടെ. തീർച്ചയായിട്ടും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നയാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ തുറന്നു പറയാനോ ഒക്കെ പരിമിതികളുണ്ടാകും. ഇടതുമുന്നണി കൺവീനർ ഇന്ന് വൈകിട്ടോ നാളെയോ ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയേക്കാം. ഇന്ന് പ്രതിപക്ഷ അടക്കം ചോദിച്ചു എവിടെയാണ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നാണ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എവിടെയാണ് പ്രതിപക്ഷ VD സതീശൻ ചോദിച്ചത്. ആ ഉത്തരമായി എനിക്കൊപ്പം നിൽക്കുന്ന സുധീർ കരമന മാറുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും വൈകാതെ പ്രഖ്യാപനമുണ്ടാകും. സുധീർ കരമന സുപ്രസിദ്ധ സിനിമാ താരം, തിരുവനന്തപുരംകാരനാണ്, കരമന സ്വദേശിയാണ്. അദ്ദേഹം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകും. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഇപ്പോഴിതാ സുധീർ കരമന കൂടി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ്. ഒരു സിനിമാ നടൻ കൂടിയായ സുധീർ കരമന ഇപ്പോൾ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അത് LDF-ന് എത്രത്തോളം സാധ്യത നൽകുന്നു എന്നുള്ളതാണ് പ്രധാന ചോദ്യം. അനുശ്രീ, തീർച്ചയായും. കാരണം തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയ ഒരു മണ്ഡലമായിരുന്നു. അതിനുശേഷമാണ് അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനം സുധീർ കരമനയുടെ പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പോലും ഒരു കണക്കുകൂട്ടൽ, CPM-ന്റെ കണക്കുകൂട്ടൽ വരുന്നത് ഈ ഒരു കൃത്യമായ ഒരു സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു, മാത്രമല്ല സുധീർ കരമനയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷ സഹചാരിയാണ്. ഒപ്പം തന്നെ ശിവൻകുട്ടി നിയമം സ്ഥാനാർത്ഥിയായിട്ടുള്ള ശിവൻകുട്ടിയുടെ ഇലക്ഷൻ ഓഫീസ് അടക്കം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമായിരുന്നു. അങ്ങനെ ഇടതുപക്ഷവുമായി ചേർന്ന് നിന്ന് കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രത്യേകതയല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ത്രികോണ മത്സരത്തിലേക്ക് അടക്കം കടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ഈ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു സുധീർ കരമന, ഒപ്പം തന്നെ BJP-യുടെ കരമന ജയൻ അടക്കമുള്ള CP ജോൺ UDF-ൽ നിന്നും അങ്ങനെ വലിയ രീതിയിലുള്ള മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് ഇപ്പോൾ സുധീർ കരമനയെ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തിങ്കളാഴ്ചയാണ് അവസാന ദിവസം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു.
കഴിയുന്നത്. ഇന്ന് തന്നെ ഒരുപാട് UDF-ന്റെയും LDF-ന്റെയും BJP-യുടെ അടക്കമുള്ള നിരവധി നേതാക്കന്മാർ ഈ ഒരു ദിവസം നാമനിർദ്ദേശ പത്രിക നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിവൻകുട്ടി അടക്കം ഇന്നാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. അത്തരത്തിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തന്നെ കരമന ജയന്റെ വീടിനും കരമന സുധീറിന്റെ വീടിന് മുൻപിലാണ് നിൽക്കുന്നത്. അദ്ദേഹം രാവിലെ തന്നെ ഉള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വളരെ സജീവമായി അതിലേക്ക് കൂടെ പ്രവർത്തനം ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും രഞ്ജിനി അങ്ങനെയാണ്. പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷകൾ? പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. LDF കൺവീനറിൽ നിന്നും LDF-ൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരണം, പ്രഖ്യാപനം വരണം. പ്രഖ്യാപനം വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും ഞാൻ വേണ്ട രീതിയിൽ പ്രതികരിക്കും എന്നുള്ളതാണ്. ഒരു സിനിമാ പ്രവർത്തകൻ അല്ലെങ്കിൽ സിനിമാ നടൻ എന്ന നിലയിൽ നിന്നും ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഒരു MLA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു പിക്ചർ എങ്ങനെയായിരിക്കും? അല്ല, സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലല്ലോ. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തിരുവനന്തപുരത്ത് തന്നെ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്നത് എനിക്ക് സുപരിചിതമായ സ്ഥലമാണ്. എല്ലാ മുക്കുമൂലയും എനിക്ക് അറിയാവുന്ന ഒരാളാണ്. അതിനാൽ തന്നെ വളരെ ചിന്തിച്ചും അറിഞ്ഞും ആൾക്കാരെല്ലാം നല്ല പരിചയമുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ആവശ്യം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ബോധ്യമുള്ള ഒരാളാണ്. അത് തീർച്ചയായും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ കൊണ്ട് കഴിയും എന്ന പ്രതീക്ഷയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സാമൂഹികപരമായും രാഷ്ട്രീയപരമായും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഭരണ തുടർച്ച ഇത്തവണ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് മൊത്തം പിക്ചർ നോക്കുക? സംശയമൊന്നും ഇല്ലല്ലോ, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ. തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ ബാക്കിയുള്ള പലരും പറയുന്നുവെങ്കിലും തുടരാൻ നമുക്ക് മുന്നോട്ട്, അതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഭരണ തുടർച്ച തന്നെ ഉണ്ടാകും. ഇത്തരത്തിലാണ് പ്രഖ്യാപനം ഔദ്യോഗികമായി വരാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാകും. അധികം വൈകാതെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നാളെ അവധി ദിവസമായതുകൊണ്ടും തിങ്കളാഴ്ച 3 മണി വരെ മാത്രമാണ് സമയമുള്ളത്. എന്തായാലും തിരുവനന്തപുരത്തെ ചിത്രം ഏകദേശം തെളിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രലിലെ മറ്റ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാമനിർദ്ദേശ പത്രിക അടക്കം സമർപ്പിക്കുന്ന ദിവസമാണ് അനുശ്രീ.